ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 30K PC ബിൽഡ് വീഡിയോ ആണ്. നിങ്ങൾ കുറേ ആൾക്കാർ ഇപ്പോൾ കൺസിസ്റ്റൻ്റ്ലി ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് പല പ്രോസസ്സേഴ്സും പല സാധനങ്ങളും അവൈലബിലിറ്റി ഉള്ള ഒരു പ്രശ്ന സമയത്ത് ഒരു PC ബിൽഡ് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ പാർട്സ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്നത് ഇൻറ്റൽ ബേസ്ഡ് ആണ് കേട്ടോ. ഇൻറ്റൽ ബേസ്ഡ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇൻറ്റലിൻ്റെ ഒരു ബേസ് ആയിട്ടുള്ളൊരു ബഡ്ജറ്റ് ഗെയിമിംഗ് PC ആണ് നമ്മൾ ഇന്ന് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. എല്ലാ പാർട്സുകളും ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഡു ചെക്ക് ദാറ്റ് ഔട്ട്. അപ്പോൾ without wasting much time, this is Prashant Ravi and you're watching GeekBoZ TV. ഗൈസ്, ആദ്യം തന്നെ നമ്മുടെ പ്രൊസസ്സർ ചോയ്സാണ് നമുക്ക് നോക്കേണ്ടത്. റൈസൻ്റെ മലയുടെ ഉണ്ട്. നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന റൈസൺ അല്ല, ഇന്ന് ഇൻറ്റലാണ്. കാരണം 30K ആണ് നമ്മുടെ ബഡ്ജറ്റ്. വളരെ ടൈറ്റ് ആയിട്ടുള്ള ബഡ്ജറ്റിൽ 30Kയിൽ നമുക്കൊരു ഡീസൻറ്റ് ഗെയിമിംഗ് PC ബിൽഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ 10th ജനറേഷൻ 10100F ചൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു 4 കോർ 8 ത്രെഡ് ആയിട്ടുള്ളൊരു പ്രൊസസ്സറാണ്. ഇപ്പോൾ റൈസൺ 3200Gയുടെ ഒരു അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ടും അതിലുപരി ഇപ്പോൾ നിങ്ങൾക്കറിയാം നല്ല പ്രൈസ് ഹൈക്സ് വന്നിട്ടുണ്ട് റൈസൻ്റെ പല പ്രൊസസ്സേഴ്സിനും. അത് മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു സെപ്റ്റംബർ 2021 ഒരു ഡീസൻറ്റ് അണ്ടർ 10,000 പറ്റിയൊരു പ്രൊസസ്സറാണ് ഈ എൻ്റെ കയ്യിലിരിക്കുന്ന 10100F. ഇതിൽ നിങ്ങൾക്ക് GTA 5 പോലത്തെ ഗെയിമും ഫ്രീ ഫയർ, PUBG എല്ലാ ഗെയിംസും വളരെ സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റും. ഗ്രാഫിക്സ് കാർഡ് ഡിപ്പെൻഡൻ്റ് ആണ് കേട്ടോ. പ്രൊസസ്സറിന് ഇത് മതിയാവും കേട്ടോ. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ i5 അപ്ഗ്രേഡ് ചെയ്യാനും പറ്റും. പിന്നെ ഗൈസ്, ഇതിൻ്റെ പ്രൈസിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9,800 to 10,000 അതിനകത്താണ് ഈ ഒരു പ്രൊസസ്സർ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അത് പലയിടത്തും പല പ്രൈസ് ആയിരിക്കും. പക്ഷേ ഞാൻ ഈ പ്രോഡക്റ്റിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ഗൈസ്, അടുത്ത് നമ്മുടെ മദർ ബോർഡ് ചോയ്സ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ആസൂസിൻ്റെ ഇത് ആക്ച്വലി ഇൻറ്റൽ AMD അല്ല കേട്ടോ, ഇൻറ്റലാണ്. H14ME എന്ന് പറയുന്ന ഒരു മദർ ബോർഡാണ്. ഈ മദർ ബോർഡ് ചൂസ് ചെയ്തതിന് പല റീസൺസ് ഉണ്ട്. അണത്തെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതിലൊരു M.2 NVMe സ്ലോട്ട് ഉണ്ട്. ഈ സ്ലോട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള M.2 NVMe Gen 3 കേട്ടോ, Gen 4 സപ്പോർട്ടില്ല. Gen 3യിലുള്ള എല്ലാ M.2 NVMe നമ്മുടെ SSDസും ഇതിൽ സപ്പോർട്ട് ചെയ്യും. ഈ ഒരു മദർ ബോർഡ് അറൗണ്ട് ഒരു 5,800 to 5,500 5,800 ആ റേഞ്ചിനകത്താണ് വരിക. ഇത് ME സീരീസ് തന്നെ നിങ്ങൾ നോക്കിയെടുക്കുക. എസ്പെഷ്യലി അസൂസിൻ്റെ ആ ഒരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് പറയത്തക്ക രീതിയിൽ തന്നെ നല്ല ക്വാളിറ്റിയുള്ള മദർ ബോർഡാണ് അസൂസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതുവരെ അങ്ങനെ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ല ആഫ്റ്റർ സെയിൽ സർവീസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ വേറെ ബോർഡുകൾ ചൂസ് ചെയ്യാത്തതെന്ന് പറഞ്ഞുതരാം. അതായത് ഞാൻ ഒട്ടും റെക്കമെൻഡ് ചെയ്യാത്തൊരു ബോർഡാണ്. പക്ഷേ 9th ജനറേഷനിൽ വേറെ ഓപ്ഷൻ ഇല്ലാത്ത കൊണ്ട് മാത്രമാണ് ഈ ഒരു GB H310 എടുത്തിരിക്കുന്നത്. ഇത് ഇത്രയും പൈസ കൊടുത്ത് നമ്മളൊരു വാങ്ങിച്ചിട്ടും നമുക്കതിലൊരു M.2 സ്ലോട്ട് നമുക്ക് കിട്ടുന്നില്ല ഈ മദർ ബോർഡിൽ. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾ M.2 NVMe സപ്പോർട്ട് ചെയ്യുന്ന ആസൂസിൻ്റെ ME സീരീസ് തന്നെ, H14ME എന്ന് പറയുന്ന ഈ ഒരു സീരീസ് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്ത് നമ്മുടെ റാം ചോയ്സ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 8GB റിബ്ജോസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോർസെയറോ XPGയുടെ D30 റാമോ ഏത് വേണം യൂസ് ചെയ്യാം. ഞാനിവിടെ ഇത് എടുത്തിരിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ വളരെ പ്രീമിയം ക്വാളിറ്റി റാമാണ് G-Skill'ും XPGയും കോർസെയറൊക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ വേണം എടുക്കുക. ഇപ്പോൾ നമ്മുടെ റിബ്ജോസ് ആണുള്ളത്. ഇത് റിബ്ജോസ് 5 ആണ് കേട്ടോ. റിബ്ജോസ് 5ഉം അതുപോലെ തന്നെ 3200 MHz ആണ്. ആക്ച്വലി നിങ്ങൾക്ക് 3000 MHz ഉണ്ടെങ്കിലും മതി. പക്ഷേ ഒരു 100-200 രൂപയുടെ രീതിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ റിബ്ജോസ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് അറൗണ്ട് ഒരു 3,300 റേഞ്ചിനകത്ത് നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെയും ലിങ്ക്, ഈ പർച്ചേസ് ചെയ്യേണ്ട എല്ലാ ലിങ്കുകളും GeekBoZൻ്റെ ഒഫീഷ്യൽ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ അടുത്ത SSD ചോയ്സ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് XPGയുടെ S5 ആണ്. ഇത് 256GB M.2 NVMe ആണ് കേട്ടോ. ഹീറ്റ് സിങ്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പീഡും കാര്യങ്ങളും ഉണ്ട്. പിന്നെ മോറോവർ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഹീറ്റ് സിങ്ക് ഉണ്ടെന്നുള്ളതാണ്. 5 വർഷത്തെ വാറണ്ടി കവറേജിലാണ് ഈ SSD ഇപ്പോൾ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ WDO ബാക്കിയുള്ള ബ്രാൻഡ്സൊക്കെ ചൂസ് ചെയ്യാം. പക്ഷേ ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ബഡ്ജറ്റും കൂടെ കണ്ടിട്ടാണ്. 3,000 രൂപയ്ക്കകത്ത് ഒരു ബ്രാൻഡിൻ്റെയും നല്ലൊരു ബ്രാൻഡിൻ്റെയും 5 year വാറണ്ടിയുള്ള ഹീറ്റ് സിങ്ക് ഉള്ള അത്യാവശ്യം സ്പീഡും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു SSD പ്രൊവൈഡ് ചെയ്യാൻ പാടാണ്. കാരണം GB ആയിക്കോട്ടെ, കിങ്സ്റ്റൺ ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും. 3000 റേഞ്ചിന് നിങ്ങൾക്ക് ഇൻറ്റലിൽ സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു SSD ആണ് XPGയുടെ ഈ ഒരു മോഡൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡൽ തന്നെ റെക്കമെൻഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. വേറെ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ. ഗൈസ്, അടുത്ത ചോയ്സ് ഗ്രാഫിക്സ് കാർഡാണ്. ഗ്രാഫിക്സ് കാർഡായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് GT 710 ആണ് കേട്ടോ. ഒരു ബഡ്ജറ്റ് ലെവൽ കാർഡാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ മൈനിങ് കാരണം കാർഡുകളുടെ ഒരു അവൈലബിലിറ്റി വീണ്ടും കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊരു ഡിസ്ക്രീറ്റ് കാർഡായിട്ട് അല്ലെങ്കിൽ ഹെവി ഇൻറ്റൻസീവ് ഗെയിമിങ്ങിനൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഡിസ്പ്ലേ കാർഡായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഇതൊരു GDDR5 ആണ് കേട്ടോ. GDDR5 2GB ആണ് ഇതിൻ്റെ ഗ്രാഫിക്സ്. അസൂസിൻ്റെയാണ്. ഇതും ഞാൻ അസൂസിൻ്റെ മദർ ബോർഡ് വിത്ത് അസൂസിൻ്റെ ഗ്രാഫിക്സ് കാർഡാണ് റെക്കമെൻഡ് ചെയ്യാം. GB ബാക്കിയുള്ള ബ്രാൻഡുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾ കൂടുതൽ
കൂടുതലും ക്വാളിറ്റി കോൺഷ്യസും ആണ്. അതേപോലെ തന്നെ DDR5 ആണ് നിങ്ങൾ എടുക്കേണ്ട ഗ്രാഫിക്സ് കാർഡ്. GDDR3 മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അത് എടുക്കേണ്ട. കാരണം ഒരു 100-200 രൂപ ഡിഫറൻസിന് നിങ്ങൾക്ക് കുറച്ചും കൂടെ പെർഫോമൻസ് ഇതിൽ കിട്ടും. പിന്നെ പെർഫോമൻസ് ഓറിയൻറ്റഡ് അല്ല ഇതുപോലത്തെ കാർഡൊക്കെ എടുക്കുന്ന ആൾക്കാരെന്ന് എനിക്കറിയാം, എന്നാലും പൈസ മുടക്കുന്നതിന് വിലയുണ്ടല്ലോ. അതുകൊണ്ട് ASUSൻ്റെ ഈ ഒരു കാർഡ് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഇതിൻ്റെ അറൗണ്ട് ഒരു 4000 റുപ്പീസിനകത്താണ് മാർക്കറ്റിൽ വില വരുന്നത്. ഗൈസ്, ഇത്രയും നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മുടെ ഈ ഒരു ബഡ്ജറ്റ് ബിൽഡിന് ഒരു നല്ലൊരു ക്യാബിനറ്റ് SMPSും ആണ്. ഇതൊരു ഫിംഗേഴ്സിൻ്റെ ഒരു ബഡ്ജറ്റ് ക്യാബിനറ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഈ ഒരു ക്യാബിനറ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ, ഇല്ലെങ്കിൽ വേറെ ഓപ്ഷൻ കാണിച്ചു തരാം. പക്ഷേ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 30K ആണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ ഇതിൽ നിങ്ങൾക്ക് എന്താ പറയുക USB 3യും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്ട്രിപ്പ് ലൈറ്റ് ഒരെണ്ണം വരുന്നുണ്ട്. ഭയങ്കര വലിയൊരു എന്താ പറയുക ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ക്യാബിനറ്റ് ഒന്നും പറയാനില്ല. ഒരു 2500 രൂപയ്ക്കകത്ത് ക്യാബിനറ്റ് SMPSും അവൈലബിൾ ആയിട്ടുള്ളൊരു മോഡലാണ് ഇത് കേട്ടോ. ഇതിൻ്റെ മോഡൽ നിങ്ങൾക്ക് ഇത് നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആയിരിക്കില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓഫ്ലൈനിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നതാണ്, ഇല്ലെങ്കിൽ നമ്മുടെ കോൺടാക്ട് ചെയ്തിട്ട് തന്നെ ചോദിക്കുക. ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസും കൊടുത്തിരിക്കാം. അപ്പോൾ ഇനി ഇതല്ല, നിങ്ങൾക്ക് വേറെ കുറച്ചും കൂടെ ഒരു ബഡ്ജറ്റ് ഉണ്ട്, അതൊരു 30,000-ന് കുറച്ചും കൂടെ കഴിഞ്ഞൊരു 32,000-33,000 രൂപയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു മോഡൽ ഞാൻ പരിചയപ്പെടുത്തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ക്യാബിനറ്റ്. ഇതൊരു 2500 രൂപയ്ക്കൊക്കെ വില വരുന്ന ഒരു ക്യാബിനറ്റാണ്. ഡീസൻ്റ് ആയിട്ടുള്ള ക്യാബിനറ്റ്. നമ്മൾ നേരത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സൈഡ് അക്രിലിക് ആണ് എന്നുള്ളത് ഗുണമുള്ള, ടെമ്പേർഡ് അല്ല കേട്ടോ, അക്രിലിക് ഇതാണ്. പിന്നെ മുകളിൽ അത്യാവശ്യം മെഷീൻ കാര്യങ്ങളും വരുന്നുണ്ട്. വളരെ ബഡ്ജറ്റ് ടൈറ്റ് ആണെങ്കിൽ നിങ്ങൾ ഞാൻ കാണിച്ച പോലത്തെ ഫിംഗേഴ്സ് പോലത്തെ ഒരു ബഡ്ജറ്റ് ക്യാബിനറ്റ് ചൂസ് ചെയ്യുക. ഇല്ല കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്യാഷൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗെയിമിംഗ് ലുക്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വേണം, ഇതുപോലത്തെ അക്രിലിക് പാനലും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യാൻ പറ്റിയ മോഡലാണിത്. ഇത് 2500 രൂപയാണ്. പക്ഷേ ഇതിൽ സാധാരണ SMPS നമുക്ക് സപ്പോർട്ട് ചെയ്യത്തില്ല ഈ ആൻടെക്കിൻ്റെ. അതുകൊണ്ട് തന്നെ നമ്മൾ ആൻടെക്കിൻ്റെ തന്നെ ഒരു PSUം വാങ്ങേണ്ടി വരും. ഈ SMPS ആയിട്ട് നമ്മളിത് ചൂസ് ചെയ്തിരിക്കുന്നത് ആൻടെക്കിൻ്റെ ഈ ഒരു PSU ആണ്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബഡ്ജറ്റും കൂടെ നോക്കിയിട്ടാണ് കേട്ടോ. നമ്മൾ 30K ബഡ്ജറ്റിനകത്തൊക്കെ കൂടുതലായിട്ട് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ബ്രോൺസ് സർട്ടിഫൈഡും ഗോൾഡൊന്നും വെക്കണമെന്നില്ല. അപ്പോൾ ഇത് വളരെ ബഡ്ജറ്റ് റേഞ്ചിലുള്ളൊരു PSU ആണ്. ഒരു 2300 രൂപ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു PSU ആണ്. 3 ഇയർ ആണ് വാറണ്ടിയും. പിന്നെ ഈ ഒരു SMPS ചൂസ് ചെയ്തതിന് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇത് ചൂസ് ചെയ്തതിന് വേറെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്ലാക്ക് കേബിൾസ് ആണ്. അതുകൊണ്ട് തന്നെ കേബിൾ മാനേജ്മെൻറ്റ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ് നമുക്കത്. ഗൈസ്, നമ്മളിപ്പോൾ കണ്ടത് എല്ലാ സാധനങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. അപ്പോൾ ഈ ഒരു സ്പെക്ക് വെച്ചിട്ട് നമുക്ക് 30K ഒരു നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഗെയിമിംഗ് പീസ് നമുക്ക് ബിൽഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 30K കൂടെ തന്നെ കുറച്ച് രൂപയും കൂടെ കൂട്ടി ഒരു 40K to 42K അല്ലെങ്കിൽ 43K മാക്സിമം നിങ്ങളുടെ ബഡ്ജറ്റ് ഉണ്ട്. 40,000 രൂപ വരെയൊക്കെ ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു മോണിറ്ററാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ഇത് സാംസങ്ങിൻ്റെ IPS പാനലാണ് കേട്ടോ. IPSൽ വരുന്നൊരു മോഡലാണ്. ഫ്രീസിംഗ് ഉണ്ട്, 75 Hz ആണ്. പക്ഷേ നമുക്കിവിടെ ഫ്രീസിംഗ് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ AMDയുടെ ഗ്രാഫിക്സ് അല്ല യൂസ് ചെയ്യുന്നത്, ഇൻ്റലിൻ്റെ ആണ്. NVIDIയുടേതാണ്. ഇൻ്റലിൻ്റെ സ്റ്റോക്ക് ഗ്രാഫിക്സ് ആണെങ്കിൽ HD ആയിരിക്കും. ഇത് NVIDIയുടെ കാർഡിലുള്ളത് നമുക്ക് ഫ്രീസിംഗ് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ 75 Hz ഉണ്ട്, IPS ആണ്. മോർ ഓവർ 24 ഇഞ്ചും 3 ഇയർ വാറണ്ടി കവറേജും വരുന്നുണ്ട്. നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഈ ഒരു മോഡലിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. 11,399 രൂപയാണ് ഈ ഒരു മോഡലിൻ്റെ വില വരുന്നത്. ഇപ്പോഴത്തെ പ്രൈസാണ് കേട്ടോ. പലയിടത്തും പല റേറ്റുകളാണ്. പക്ഷേ നമ്മുടെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് റീസണബിൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം സൈറ്റിൽ നിന്ന്. എല്ലാവരും ചോദിക്കുന്ന ഒരു കീബോർഡും മൗസും ആണ്. ഇതൊരു മെംബ്രെയിൻ ടൈപ്പ് കീബോർഡാണ് കേട്ടോ. മെക്കാനിക്കൽ അല്ല, മെംബ്രെയിൻ ടൈപ്പ് കീബോർഡാണ്. ആൻറ്റി സ്പോർട്സിൻ്റെ KM540 എന്ന് പറയുന്ന ഒരു കോംബോ ഡീലാണ്. ഇതൊരു കീബോർഡും മൗസും വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ. നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഒരു 1400 രൂപയുടെ കിറ്റ്. ഒരു കോംബോ കിറ്റാണ്. ഭയങ്കര നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉണ്ടെന്നൊന്നും അവകാശപ്പെടുന്നില്ല. ഒരു ആവറേജ് ബിൽഡ് ക്വാളിറ്റിയിൽ വരുന്നൊരു കീബോർഡും മൗസും കോംബോ ആണ്. ഇത് എത്രയും കൂടെ നമ്മുടെ ഒരു PCയുടെ കൂടെ വെക്കുകയാണെങ്കിൽ 43,000-ന് ഇൻക്ലൂഡിങ് ഒരു ബിൽഡ് കോസ്റ്റ് എല്ലാം കൂടെ നിങ്ങൾക്ക് 43,000 രൂപ റേഞ്ചിനകത്ത് തന്നെ ഈ ഒരു PC ബിൽഡ് ചെയ്യാൻ പറ്റാവുന്നതാണുള്ളൂ. അപ്പം ഇങ്ങനത്തെ ഒരു PC ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതേ ഉള്ളൂ. ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഡെഫിനറ്റ്ലി ഗിവ് us a like ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇതുപോലത്തെ പാർട്സുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കേണ്ട കോൺടാക്ട് ഡീറ്റെയിൽസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡു ചെക്ക് ദാറ്റ് ഔട്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ദിസ് ഇസ് പ്രശാന്ത് സൈനിങ് ഓഫ്.